ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്ത മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ലോകേഷിന്റെ രജനീകാന്ത് നായകനായി എത്തുന്ന കൂലി. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിലെ സെക്കൻഡ് സിംഗിൾ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. അത് പൂജ ഹെഗ്ഡെ, ഒപ്പം തന്നെ മലയാളത്തിൽ നിന്ന് സൗബിൻ എല്ലാം തന്നെ നൃത്ത ചുവടുകൾ വയ്ക്കുന്ന മോനിക്ക എന്ന അടിച്ചുപൊളി ഗാനമാണ്. 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ 10 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് നേടിയെടുത്ത ഗാനത്തിന് നമ്മുടെ സൗബിന്റെ ഡാൻസിനെല്ലാം തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൂജ ഹെഗ്ഡെയുടെ നൃത്ത ചുവടുകളെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 2 വർഷം മുന്നേ ഇതേ സമയത്ത് തന്നെയായിരുന്നല്ലോ കാവാലയ ഗാനം റിലീസായത്. അതുകൊണ്ട് തന്നെ മോനിക്കയെ കാവാലയുമായിട്ട് തന്നെയാണ് താരതമ്യം. ഇതിനിടയിൽ രജനീകാന്തിന്റെ പ്രസൻസ് മോനിക്ക ഗാനത്തിൽ പ്രതീക്ഷിച്ചു, എന്നാൽ ഗാനത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും കൂലി അടുത്ത മാസം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് സിംഗിളിന് ശേഷം ഇനിയും കിടിലൻ വീഡിയോ കണ്ടന്റ്സ് എല്ലാം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം അനിരുദ്ധ സംഗീതം നൽകുന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്. അടുത്ത മാസം അവസാനം ഓഗസ്റ്റ് അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ മലയാളത്തിന്റെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് സിനിമയുടെ ഏറ്റവും പുതിയൊരു ശക്തമായ റൂമർ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നു. അത് പ്രകാരം ലാലേട്ടൻ സിനിമയിൽ ഫഹദ് ഫാസിൽ ഗസ്റ്റ് റോളിലെത്തിക്കുമെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. നേരത്തെ സത്യനന്ദിക്കാടിന്റെ വലിയ വിജയം നേടിയെടുത്ത ഞാൻ പ്രകാശൻ എന്ന സിനിമയിലെ നായകനും അതിനു മുന്നേ ഇന്ത്യൻ പ്രണയ കഥ എന്ന സിനിമയിലെ നായകനും ഫഹദ് ആയിരുന്നു. ഹൃദയപൂർവ്വത്തിന്റെ കഥ രചിച്ച അഖിൽ സത്യന്റെ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലും ഫഹദ് ഫാസിലായിരുന്നു നായകൻ. ഇപ്പോഴത്തെ അതേ ഫഹദ് ഫാസിലാണ് ലാലേട്ടന്റെ സത്യനന്ദിക്കാട് സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകളുള്ളത്. സിനിമയുടെ ഷൂട്ടെല്ലാം തന്നെ നേരത്തെ പാക്കപ്പ് ആയതാണ്. ഒരു സീക്രറ്റ് ആയിട്ടാണ് ഫഹദിന്റെ സിനിമയിലെ ഷൂട്ട് നടന്നത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വാർത്ത ശരിയാണെങ്കിൽ ഫഹദിന്റെ പ്രസൻസ് ഉള്ള 2 സിനിമകൾ ഈ ഓണനാളുകളിൽ തിയേറ്ററുകളിൽ ഉണ്ടാകും. കാത്തിരിക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.